ഇനി നമുക്ക് എടുക്കാനുള്ളത് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 നിയമങ്ങളിൽ ഇത് ആമും ബിഉന്നയാണ് ഇനി എടുക്കാനുള്ളത്. ഇദ്ഹാർ നമ്മളെടുത്തു. ഇത് ആമും ബിഉന്ന എന്ന് പറഞ്ഞാൽ മണിച്ച് സദ് ചെയ്ത് മണിച്ച് ഓതുക. ഇദ്ഗാമും ബിഉന്നൻ്റെ അക്ഷരങ്ങൾ യാ, നൂന്, മീമ്, വാവ് എന്നതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ തെൻവീൻ ഫതഹ്, തെൻവീൻ കസർ, തെൻവീൻ ലൊമ്മ്, സാക്കിനായ നൂന് ഇങ്ങനെയുള്ള അക്ഷരങ്ങൾക്ക് ശേഷം യാഓ, നൂനോ, മീമോ, വാവോ വന്നാൽ ഇത് ആമും ബിഉന്ന ചെയ്ത് ഓതണം. മണിച്ച് സദ് ചെയ്ത് ഓതണം എന്നർത്ഥം. ഉദാഹരണം നമുക്ക് നോക്കാം. അപ്പോൾ ശരിക്ക് മനസ്സിലാവും. നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, പലവട്ടം ആവർത്തിച്ച് നമ്മൾ പഠിച്ചതാണ്. ഇതാ ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബാ, ഫദൂഖു ഫലൻ നസീദകും. ഇതാണ് നിയമം. ഇത് എങ്ങനെയാണ് ഇത് ആമും ബിഉന്നയായത്? സുക്കൂനുള്ള നൂനിന് ശേഷം നാ വന്നു. ഈ നാ ഉണ്ടോ? അപ്പം മണിച്ച് സദ് ചെയ്ത് ഓതണം. ഫലൻ നസീദകും. ഇനി ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, ഹബ്ലും മി ഉണ്ടോ? ഇവിടെയാണ് നിയമം. തൻവീൻ ലൊമ്മിൻ്റെ ശേഷം മീമ് വന്നു ഉണ്ടോ? തൻവീൻ ലൊമ്മിൻ്റെ ശേഷം മീമ് വന്നു അല്ലേ? ഇനി അതേപോലെ തന്നെ സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് വന്നു. ഹബ്ലും മിൻ മസദ്. ഇനി അടുത്ത ഉദാഹരണം, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ. ഇവിടെയാണ് നിയമം. സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നു. അപ്പം മണിച്ച് സദ് ചെയ്ത് ഇതിനോ സദ് വരും ഇവിടെ. ലിമൻ യഖ്ശാ എന്നാ ഓതുക. ലഇബ്റതൻ ലിമൻ യഖ്ശാ. മനസ്സിലായല്ലോ? ഇനി ഇത് നോക്ക്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. കണ്ടോ? തെൻവീൻ കസറിൻ്റെ ശേഷം ഈ വാവ് വന്നു. ഇതാ വാവ്. ഇനി അടുത്തത് നോക്ക്. വമാ കാന ലഹും മിനല്ലാഹി മിൻ വാഖ്, മിൻ വാഖ്. കണ്ടോ? സുക്കൂനുള്ള നൂനിന് ശേഷം ഈ വാ വന്നു. ദാ ഈ വാ വന്നു. അപ്പോൾ എന്താണ് നിയമം? ഇത് ആമുൻ ബിഉന്ന. അടുത്ത നിയമം നോക്ക്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. കണ്ടോ? ഫമൻ യാ, സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നു. ഇവിടെ ഒരു നിയമമുണ്ട്. ദാ ഈ യാ വന്നു. പിന്നെ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഇവിടെ എന്താണ് നിയമം? നമ്മൾ പഠിച്ചത് തൻവീൻ കസറിൻ്റെ ശേഷം ഖാന്ന് വരുമ്പം ഇൽഹാറാണ്, മണിക്കൂല. ഇവിടെ മണിക്കും. ഖൈറൻ യറ. ഇവിടെ തൻവീൻ ഫതഹിൻ്റെ ശേഷം യാ എന്നാ വന്നത്. അപ്പം എന്താണ്? ഇതാ യാ. തൻവീൻ ഫതഹിൻ്റെ ശേഷം യാ വന്നു. അപ്പം മണിക്കണം. മണിച്ച് സദ് ചെയ്ത് ഓതണം. അടുത്തത് വജഅൽനാ സിറാജൻ വഹാജ. ഇവിടെ സിറാജൻ വഹാജ. തൻവീൻ ഫതഹിൻ്റെ ശേഷം വാ വന്നു. വാ ഇത് ആമും ബിഉന്നൻ്റെ അക്ഷരാണ്. മണിച്ച് സദ് ചെയ്ത് ഓതണം. അടുത്തത് വആതൂഹും മിൻ മാലില്ലാഹില്ലദീ ആതാകും.
വആതൂഹും മിൻ മാലില്ലാഹില്ലദീ ആതാക്കും. ഇവിടെ കണ്ടോ, മിമ്മാലി സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് വന്നു. ദാ മീമ്. അപ്പോൾ ഇത് ആമും ബിഉന്നയാണ്. ഇതാണ് നിയമങ്ങൾ. അപ്പം ഇത് ആമും ബിഉന്നയുടെ അക്ഷരങ്ങൾ യാ, നൂന്, മീമ്, വാവ്, തെൻവീൻ ഫത്തഹ്, തെൻവീൻ കസ്ർ, തെൻവീൻ ലൊമ്മ്, സാക്കിനായ നൂനിൻ്റെ ശേഷം ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം ഉണ്ടെങ്കിൽ ശ്രദ്ധ ചെയ്ത് മണിച്ച് ഓതേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോളൂ. ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ് ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ തബ്ബത് യദാ അബീ ലഹബിൻ വതബ് വമാ കാന ലഹും മിനല്ലാഹി മിൻ വാഖ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വജഅൽനാ സിറാജൻ വഹാജാ വആതൂഹും മിൻ മാലില്ലാഹില്ലദീ ആതാക്കും. അപ്പോൾ ഇത് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കുക. അല്ലാഹു തആല ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓതിത്തരുന്ന ആളുകൾ ഓതിത്തരുമ്പോൾ ഈ നിയമങ്ങളൊക്കെ പാലിക്കണം. പഠിച്ച നിയമങ്ങൾ ഖുർആനിൽ കൊണ്ടുവരണം എന്ന് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ്. തജ്വീദിൻ്റെ നിയമത്തോടു കൂടെ ഓതിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അർഹമായ പ്രതിഫലം ലഭ്യമാവുള്ളൂ. അപ്പോഴാണ് നമ്മളെ ഖുർആൻ ഓതി ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തജ്വീദ് പഠിക്കണം, തജ്വീദിൻ്റെ നിയമങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്. അതേപോലെ ഓതിത്തരുന്ന ആളുകൾ ശ്രദ്ധിക്കുക, അക്ഷരങ്ങൾ മഖ്റജിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. ഖാഫ് പറയുമ്പോൾ കാഫ് ആവരുത്, സ പറയുമ്പോൾ സ എന്നാവരുത്, സ പറയുമ്പോൾ സ എന്നാവരുത്, ദ പറയുമ്പോൾ ദ എന്നാവരുത്. ഇങ്ങനെ അക്ഷരങ്ങൾ ശരിക്ക് കേട്ട് മനസ്സിലാക്കി ആവർത്തിച്ച് കേട്ടിട്ടായിരിക്കണം നിങ്ങൾ ഓതിത്തരേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബന്ധപ്പെടാം. 9495080857. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.